എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് മീഡിയം സൈസ് 3 ഉള്ളി 4 പച്ചമുളക് ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുക്കണം. പുതിനയും ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ വാടി വരുന്ന സമയം നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടെടുക്കണം. 2 ബേ ലീഫ്, ജാതിപത്രി, ഏലക്ക, ലവംഗ, പട്ട, സ്റ്റാർ പൂ ഒക്കെ ഈ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് 3 തക്കാളിയാണ്. തക്കാളി ഇട്ട് കൊടുത്ത് നല്ല വാടി വന്നതിന് ശേഷം അരി അളന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമുക്കത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ ചോറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ബിരിയാണിയൊക്കെ തിന്നണമെന്ന് തോന്നിയാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. ബിരിയാണീൻ്റെ അതേ ടേസ്റ്റാണ്. നല്ല അടിപൊളി ചോറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടോ, ചോറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ.